ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടും ചെറുപയർ കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്നത് ഒരു അരമുറി തേങ്ങ, ഒരു സബോള, വേപ്പില, ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ചെറുപയർ, 2 പച്ചമുളക്, ഒരു തക്കാളി. ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത്. അരപ്പിന് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം വേണം. തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ട് അരയ്ക്കണം. അപ്പോൾ നമുക്ക് ചെറുപയർ വേവിക്കാൻ വയ്ക്കാം. അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുപയർ കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് അടപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിച്ചു, കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കതൊരു മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. നമുക്ക് തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. നമുക്കിനി പുട്ടുണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഒരു 250 ml കപ്പിനൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് പൊടി കുഴച്ച് പാകാക്കട്ടെ. പുട്ടിന് നനച്ചിട്ട് നമുക്കിനി പുട്ടുണ്ടാക്കാൻ നോക്കാം. അതിന് സ്റ്റവ് കത്തിച്ച് മാറ്റി പുട്ടിനുള്ള ഇത് വെച്ചു. തേങ്ങ ഇട്ടു.
ഒഴിച്ചു കൊടുക്കാം. ഇത് പുട്ടായിട്ട് വരട്ടെ. ഇതാ പുട്ടൊക്കെ റെഡിയായി. നമുക്ക് ചെറുപയറിലേക്ക് നമ്മൾക്ക് അരപ്പ് ചേർക്കാം. അരച്ചത് ഇപ്പോൾ ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കത് ഇളക്കി കൊടുക്കാം. നല്ല രുചിയുള്ള പിട്ടിലേക്ക് നല്ല രുചിയുള്ള ചെറുപയർ കറിയാണ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, എന്നാലേ അതിൻ്റെ രുചി അറിയുള്ളൂ. നമുക്കതിലേക്ക് വറവിടാൻ നോക്കാം. അതിന് 2-4 ചെറുള്ളി ഞാൻ അരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ അതാ ചെറുപയർ കറി കായുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിടാൻ നോക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. പുട്ടിലേക്ക് നല്ല കറിയാണ്. അതാ ചട്ടിയൊക്കെ ചൂടായി വന്നുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഇനി ഇതിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ ചെറുപയർ കറി റെഡി. പുട്ട് റെഡി ആയിട്ടുണ്ട്, ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല രുചിയുള്ള ചെറുപയർ കറിയാണ്. നിങ്ങൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.